വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇഗ്നോയുടെ 2025 ജൂൺ എക്സാമിലേക്കുള്ള രജിസ്ട്രേഷൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസം ആവാറായി. ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് ഏപ്രിൽ 20 ആണ് കേട്ടോ. പക്ഷേ ആ ഒരു ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട്. ഇത് ഏപ്രിൽ 17 വന്ന നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. ഇതിനകത്ത് പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫില്ലിംഗ് അപ്പ് ഓൺലൈൻ എക്സാമിനേഷൻ ഫോം ബോത്ത് ഓഡിയൽ ആൻഡ് ഓൺലൈൻ പ്രോഗ്രാം ഫോർ ജൂൺ 2024 ടേം ആൻഡ് എക്സാമിനേഷൻ. അതായത് 2025 ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ ഓൺലൈൻ പ്രോഗ്രാം ആയിക്കോട്ടെ ഓഡിയൽ പ്രോഗ്രാം ആയിക്കോട്ടെ അതിന് എക്സാം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ഇനിയിപ്പോൾ നമുക്ക് ലേറ്റ് ഫീ ഇല്ലാതെ നമുക്ക് എക്സാം ഫോം ഫില്ല് ചെയ്യാൻ പറ്റുന്നത് ഏപ്രിൽ 28 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഏപ്രിൽ 29 തൊട്ടിട്ട് മെയ് 4 വരെ നമുക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാം. പക്ഷേ നിങ്ങൾ നോർമൽ എക്സാമിനേഷൻ ഫീസിൻ്റെ പുറമേ ആയിട്ട് 1100 രൂപ നിങ്ങൾ ലേറ്റ് ഫീയും കൂടി അടയ്ക്കണം. അപ്പോൾ ആരും ലേറ്റ് ഫീ വരെ ഒന്നും കാത്തു നിൽക്കേണ്ട, ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തോളൂ. ഏപ്രിൽ 28 വരെ നമുക്ക് ലേറ്റ് ഫീ ഒന്നും ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നോർമലി ഒരു സബ്ജക്റ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 200 രൂപയാണ് ആവുന്നത്. ഇപ്പം നിങ്ങൾക്ക് 5 സബ്ജക്റ്റ് രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ 5 × 200 1000 രൂപ നിങ്ങൾ പേ ചെയ്യണം. ഇനി ലേറ്റ് ഫീ ഉള്ള ടൈം ആണെന്നുണ്ടെങ്കിൽ ഈ 1000 രൂപയുടെ പുറമേ ആയിട്ട് 1100 രൂപ നിങ്ങൾ ലേറ്റ് ഫീയും കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊന്നും ആരും നിൽക്കേണ്ട, എല്ലാവരും ഏപ്രിൽ 28 ഉള്ളിൽ രജിസ്റ്റർ ചെയ്തോളൂ. പക്ഷേ നമ്മൾ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി വരുന്ന നേരത്ത് ഇവിടെ ഇപ്പോഴും ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 20 തന്നെയാണ് കേട്ടോ. മിക്കവാറും സൈറ്റ് ഇഷ്യൂ ആയിരിക്കും, 1-2 ദിവസത്തിൽ ഇവിടെ ചേഞ്ച് ആവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സെൻറ്ററിലും സീറ്റ് ഇപ്പോഴേ കുറവാണ്. അപ്പോൾ ഇനിയും നമ്മൾ ലേറ്റ് ആവുന്നതോറും നമ്മുടെ സീറ്റ് കഴിഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എക്സാം ആരെങ്കിലും ഈ ജൂണിൽ എഴുതുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നില്ല നമുക്ക് 28 വരെ ചെയ്യാമെന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ എല്ലാ തവണയും ചെയ്യുന്ന പോലെ അല്ല ഇത്തവണ എക്സാം രജിസ്ട്രേഷൻ വിളിച്ചിട്ടുള്ളത്. പണ്ട് നമുക്ക് ഇതേപോലത്തെ ഒരു സൈറ്റ് ഉണ്ടാവും. സൈറ്റിനകത്ത് ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഇവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും. ആ ഡിക്ലറേഷൻ ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ടു ഫിൽ എക്സാമിനേഷൻ ഫോം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോമാണ് വരിക. അത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്തവണ നമുക്ക് സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴിയാണ് ചെയ്യേണ്ടത്. സ്റ്റുഡൻറ്റ് പോർട്ടൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന പോർട്ടലില്ലേ, ആ സെയിം പോർട്ടൽ തന്നെയാണ്. അപ്പോൾ ആ പോർട്ടൽ നിങ്ങൾ മുന്നേ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ലോഗിൻ ചെയ്യുക. യൂസർ നെയിം നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ ആയിരിക്കും, പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. ഇനി നിങ്ങൾക്കത് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾ ആ സൈറ്റിനകത്ത് ആദ്യമായിട്ടുള്ളൊരു യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ള മെയിനായിട്ട് ഇവിടെ ഫീസിൻ്റെ കേസാണ്. ഓരോ സബ്ജക്റ്റിന് 200 രൂപ വെച്ച് നമ്മൾ പേ ചെയ്യണം. പ്രാക്ടിക്കൽ പ്രോജക്റ്റിന് 2023 ജാനുവരി സെഷൻ അഡ്മിഷന് ശേഷമുള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ പ്രോജക്റ്റിനൊക്കെ അതിന് മുന്നത്തെ സ്റ്റുഡൻസിന് 200 രൂപയേ ഉള്ളൂ. അതിന് ശേഷമുള്ളവരാണെന്നുണ്ടെങ്കിൽ 4 ക്രെഡിറ്റ് വരെ ഉള്ളതിന് 300, 4 ക്രെഡിറ്റ് കൂടുതലുള്ളതിന് 500 രൂപ നമ്മൾ പേ ചെയ്യണം. പിന്നെ പ്രോജക്റ്റിന് നമുക്ക് സെയിം 300-500 റേഞ്ചിൽ തന്നെയാണ് അടയ്ക്കാൻ വരിക. ഒരു തവണ നമ്മൾ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല. എക്സാം സെൻറ്ററും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് ഈ ഗൈഡ് ലൈൻസിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗൈഡ് ലൈൻസ് വായിച്ചിട്ട് വേണം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് കൊടുത്ത സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാനോ അത് ഡിലീറ്റ് ചെയ്യാനോ ഇനി അത് ക്യാൻസൽ ചെയ്യാനോ റീഫണ്ട് ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ എക്സാം സെൻറ്ററും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതുവരെ നമുക്ക് കഴിഞ്ഞ ദിവസം വരെ നമുക്ക് 1 ടൈം രജിസ്ട്രേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ 1 ടൈം രജിസ്ട്രേഷൻ ഉള്ളത് മാറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 5 സബ്ജക്റ്റ് രജിസ്റ്റർ ചെയ്യാനുണ്ട്. പക്ഷേ നിങ്ങൾ അബദ്ധവശാൽ 4 എണ്ണേ ചെയ്തിട്ടുള്ളൂ, ഒന്ന് നമ്മൾ ചെയ്യാൻ മറന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് എക്സാം സെൻറ്റർ ഒന്നും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ടു ഫിൽ എക്സാമിനേഷൻ ഫോം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമർത്ത് പോർട്ടൽ, അതായത് നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടലെത്തും. നിങ്ങൾ ആദ്യമായിട്ടുള്ള യൂസർ ആണെന്നുണ്ടെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. ഇനിയല്ല, നിങ്ങൾ ആദ്യമായിട്ടുള്ള യൂസർ അല്ല, നിങ്ങൾ ഇതിൽ ഓൾറെഡി യൂസർ നെയിം പാസ്വേഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ യൂസർ നെയിം നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ ആയിരിക്കും. പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, ക്യാപ്ഷൻ കൂടി അടിച്ച് ലോഗിൻ ചെയ്യുക. പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസെറ്റ് പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. അതിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, രജിസ്ട്രേഷനിൽ പോയിട്ട് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത് തന്നെ നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആരും ലാസ്റ്റ് ഡേറ്റ് വരെ നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്.